തെരുവിൽ നിങ്ങളുടെ കാലിന്റെ മുന്നില് നിങ്ങളുടെ കാലിൻ ചുവട്ടിൽ ഇത്രയും ആളുകൾ ഇവിടെ തെരുവോരത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങള് തീവ്രവാദികളല്ല, ഞങ്ങള് കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചിട്ടോ ഒന്നും വന്ന ആളുകളല്ല. അത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടാൻ പറ്റിയ ആളുകളാണ്. സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് ഞങ്ങളുടെ ജോലി നിഷേധിക്കപ്പെടുന്നെങ്കിൽ ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യണം, അവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ തെരുവിൽ ഒത്തിരി ആളുകൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കിടന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരാള് പോലും, അടുത്തത് VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നുണ്ടെങ്കിൽ ഈ ഒരാള് പോലും ഇവിടെ കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ചിന്താഗതിക്കേറിയായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു അവസ്ഥ ഞങ്ങളെ 29 ദിവസം ഇവിടെ കിടത്തുന്ന ഒട്ടും വിചാരിച്ചില്ല. നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തെ 5ാമത്തെ ദിവസമാണ്. ഇവരുടെ വീട്ടിലുണ്ടാവും, എന്റെ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ ജോലിയില്ലാത്ത ഒത്തിരി യുവാക്കളുണ്ട് ഈ കേരളത്തില്. അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പൊരുതുന്നത് എന്നുള്ളത് ഭരണാധികാരികൾ മനസ്സിലാക്കണം. 5 ദിവസത്തെ നിരാഹാര സമരമാണ്. 29 ദിവസമായി സമരം തുടങ്ങിയിട്ട്. പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന രീതി ആയിരിക്കില്ല ഇനി എന്നുള്ളതായിരുന്നു UDF സർക്കാരിന്റെ വാഗ്ദാനം. പക്ഷേ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ തുടരുന്നത് കാണുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുണ്ട്. ചേച്ചി എന്താണ് തോന്നുന്നത്? ഇപ്പോ ഒരു മാറ്റം ഉണ്ടാകുമോ? ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചതാണ്. പുതിയ ഗവൺമെന്റ് വരുമ്പോ നമുക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ ഇത്രയും ദിവസം തെരുവിൽ കിടക്കുന്ന ഒട്ടും വിചാരിച്ചിട്ടില്ല. ഈ ഗവൺമെന്റ് വരുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചൊരു വിഷയമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ തെരുവിൽ ഒത്തിരി ആളുകൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കിടന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരാള് പോലും, അടുത്തത് VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നുണ്ടെങ്കിൽ ഈ ഒരാള് പോലും ഇവിടെ കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ചിന്താഗതിക്കേറിയായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു അവസ്ഥ ഞങ്ങളെ 29 ദിവസം ഇവിടെ കിടത്തുന്ന ഒട്ടും വിചാരിച്ചില്ല. കാരണം ഞങ്ങൾ ഉന്നയിച്ചതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ്. നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തെ 5ാമത്തെ ദിവസമാണ്. ഇവരുടെ വീട്ടിലുണ്ടാവും, എന്റെ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ ജോലിയില്ലാത്ത ഒത്തിരി യുവാക്കളുണ്ട് ഈ കേരളത്തില്. അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പൊരുതുന്നത് എന്നുള്ളത് ഭരണാധികാരികൾ മനസ്സിലാക്കണം. ഈ ഭരണത്തിൽ ഏറുന്നത് ജനങ്ങളുടെ ഒരു ഔദാര്യം കൊണ്ടാണ്, അല്ലാതെ ഇവര് തരുന്ന ജോലി ഞങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. അത് തന്നേ പറ്റൂ. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ പൊരുതും. ഓരോരുത്തരെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ്. നമുക്കറിയാം ഇതിനുണ്ടാവുന്ന ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ മറികടന്ന് റാങ്ക് കിട്ടിയിട്ട് പോലും ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇനിയും വിദ്യാർത്ഥികൾ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയൊക്കെ പോയി. കാരണം PSCയിലെ അഴിമതികളും നിലവില് PSC റാങ്ക് ലിസ്റ്റിൽ വന്ന 1ാം റാങ്കിന് പോലും ജോലി കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥകളും എല്ലാ ലിസ്റ്റിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ KS നിങ്ങൾ നോക്കിക്കോളൂ, KSൽ പോലും 1ാം റാങ്കിന് ജോലി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥയും അതിലേറെ പരിതാപകരാണ്. പല ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളോ 1ാം റാങ്കുകാരും കയറിയിട്ടില്ല. നിയമനങ്ങൾ വിരലിലുണ്ടാവുന്ന എണ്ണം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമല്ലേ? ഭരണത്തിൽ കയറുന്നതിന് മുൻപ് ഒരു വാക്കും കയറിയതിന് ശേഷം ആ വാക്കുകളൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും തെറ്റല്ലേ എന്നുള്ളത് ഈ കയറിയ ആളുകൾ ചിന്തിക്കണം. ഭരണാധികാരികൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. അവരുടെ ഭാഗത്ത് തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തും എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ വ്യക്തികളാണ് അകത്തിരിക്കുന്നത്. തിരുത്തുക തന്നെ വേണം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മഴയായിരുന്നില്ലേ? എങ്ങനെ ഇവിടെ കഴിഞ്ഞു? മഴയത്ത് തന്നെയാണ് ഇരുന്നത്. മഴയത്ത് 3-4 ദിവസമായി അടുപ്പിച്ച് മഴയാണ്. രാവും പകലും ഒക്കെ മഴയാണ്. നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ഗർഭിണികളായ സ്ത്രീകള്, പല ഫിസിക്കൽ കണ്ടീഷൻ മോശമായ പല ആളുകളും കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ജില്ലയിലെ ആളുകൾ എത്തുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളൊന്നും വകവെക്കാതെയാണ് വന്ന് ഈ മഴയത്ത്
ഇവിടെയൊക്കെ രാത്രി കിടന്ന് ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്ത്രീജനങ്ങളെ അത്രയും ബഹുമാനിക്കുന്ന സർക്കാരാണെന്ന് പറയുമ്പോ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരുവിൽ നിങ്ങളുടെ കാലിന്റെ മുൻപില്, നിങ്ങളുടെ കാലിൻ ചുവട്ടിൽ ഇത്രയും ആളുകൾ ഇവിടെ തെരുവോരത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങള് തീവ്രവാദികളല്ല, ഞങ്ങള് കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചിട്ടോ ഒന്നും വന്ന ആളുകളല്ല. അത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടാൻ പറ്റിയ ആളുകളാണ്. സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് ഞങ്ങളുടെ ജോലി നിഷേധിക്കപ്പെടുന്നെങ്കിൽ ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യണം. അവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ നൽകണം. ഒരു തൊഴിലില്ലെങ്കിൽ ഒരു ജീവിക്കാൻ ഒരു മാർഗമില്ല. നാട് വിട്ടു പോവാൻ പറ്റില്ല. അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കാൻ പറ്റില്ല. അത്രയും അവസ്ഥയിൽ ഇരിക്കുന്ന ഈ കേരളത്തെ നശിപ്പിക്കരുത്. കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകി അവരെ വഞ്ചിക്കരുത്. അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ് പറയാനുള്ളത്. എത്ര കാലത്തെ കഷ്ടപ്പാടാ ചേച്ചി ഈ ജോലി? ഞങ്ങളിപ്പോ നോട്ടിഫിക്കേഷൻ 23-ലാണ് വന്നത്. അതിനു മുൻപ് തന്നെ 1-2 വർഷം മുൻപ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ 2021 തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകൾ ഇന്ന് 26-ആയി. 6 വർഷം ഇതിന്റെ പുറകെ നടക്കുകയാണ്. ഇനിയും ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇനിയും വർഷങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഞങ്ങളുടെ യൗവനം തന്നെ ഇതിൽ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാവുന്നവരെ ഇവിടെ തന്നെ തുടരും. ഇത് ഇനിയും ശക്തി പ്രാപിച്ചു വരും. അപ്പൊ അതിലേക്ക് നയിക്കാതിരിക്കട്ടെ. ഇതുകൊണ്ട് തീരുമാനം ഉണ്ടാക്കട്ടെ. ഇത് ഭരണാധികാരികളിൽ എത്തട്ടെ. നിയമനം തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. ഇപ്പൊ പകൽക്കൊള്ള പോലെയുള്ള നിയമനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും അധ്യാപന മേഖലയില് എയ്ഡഡ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്, മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ആദ്യം ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെ കരുപ്പിടിപ്പിക്കാൻ വന്ന ഒരു സിസ്റ്റം ആണെങ്കിലും, ചാരിറ്റി എന്നുള്ള രീതിയിൽ തുടങ്ങിയ സിസ്റ്റം ആണെങ്കിലും ഇപ്പൊ അത് മാഫിയായി മാറിയിരിക്കണമെന്ന് വേണം പറയാൻ. കാരണം ഓരോ സ്കൂളിലും കുട്ടികളെ കയറ്റുന്നത് ഒരു ബസ്, വാഹന സൗകര്യങ്ങൾ, അതല്ലാതെ മറ്റു സൗകര്യങ്ങള്, കുട്ടികൾക്ക് പല വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് കുട്ടികളെ പിടിച്ചോണ്ട് വരികയാണ്. പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുക? ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ അധ്യാപകരുള്ളൂ. അപ്പൊ എയ്ഡഡിലും അൺഎയ്ഡഡിലും എന്തുകൊണ്ട് ഇത്ര കുട്ടികൾ ഉണ്ടാവുന്നു? അൺഎയ്ഡഡിനെ നിയന്ത്രിക്കേണ്ട സർക്കാരാണ്, എയ്ഡഡിനെ നിയന്ത്രിക്കേണ്ടത് സർക്കാരാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മളെ മേലെ മാത്രം ഈ കുറ്റം ആരോപിക്കുക, പിന്നെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു, കുട്ടികൾ കുറയുന്നു എന്നുള്ള ഒരു ആരോപണം, ഇതൊന്നും വസ്തുതാപരമല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അത് ചെയ്യുക തന്നെ വേണം. അതുവരെയും ഞങ്ങള് ഇതിനെ പ്രതിരോധിച്ചു തന്നെ നിൽക്കും. അന്വേഷിച്ചു ചെന്നപ്പോൾ